ഇസ്ലാമും പാവപ്പെട്ട അനുയായികളും പരിശുദ്ധമായ ഹക്കിന് വേണ്ടി പോരാടാൻ ഇത്രയും വലിയൊരു ക്രൂരനും ധീരനും ധിക്കാരിയുമായ ഫിർഔനോടാണല്ലോ ഇറങ്ങിത്തിരിച്ചത് എന്ന വസ്തുത നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. ആ മഹത്തായ ആശയത്തിന്റെ പ്രതിനിധാനവുമായി കടന്നു വന്ന മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കാനും ദീനിനെ പഠിപ്പിച്ചു കൊടുക്കാനും ഇത്രയും വലിയ ധിക്കാരിയായി ജീവിച്ച ആളിന്റെ അരികിലേക്ക് എത്തിയ ആ മഹാധൈര്യത്തെ നമുക്കിപ്പോൾ പാടിപ്പുകഴ്ത്താം. മൂസാ നബി അലൈഹിസ്സലാം. موسى أن ائت القوم الظالمين قوم فرعون ألا يتقون قال رب إني أخاف أن يكذبون ويضيق صدري ولا ينطلق لساني فأرسل إلى هارون ولهم علي ذنب فأخاف أن يقتلون قال كلا فاذهبا بآياتنا إنا معكم مستمعون فأتيا فرعون فقولا إنا رسول رب العالمين أن أرسل معنا بني إسرائيل قال ألم نربك فينا وليدا ولبثت فينا من عمرك سنين وفعلت فعلتك التي فعلت وأنت من الكافرين قال فعلتها إذا وأنا من الضالين ففررت منكم لما خفتكم فوهب لي ربي حكما وجعلني من المرسلين وتلك نعمة تمنها علي أن عبدت بني إسرائيل قال فرعون وما رب العالمين قال رب السماوات والأرض وما بينهما إن كنتم موقنين قال لمن حوله ألا تستمعون قال ربكم ورب آبائكم الأولين قال إن رسولكم الذي أرسل إليكم لمجنون قال رب المشرق والمغرب وما بينهما إن كنتم تعقلون قال لئن اتخذت إلها غيري لأجعلنك من المسجونين قال أولو جئتك بشيء مبين قال فأت به إن كنت من الصادقين فألقى عصاه فإذا هي ثعبان مبين ونزع يده فإذا هي بيضاء للناظرين قال للملأ حوله إن هذا لساحر عليم يريد أن يخرجكم من أرضكم فماذا تأمرون പ്രകൃതി രമണീയവും ഈജിപ്തിന്റെ വരദാനമായി അവർക്ക് ലഭിച്ച അഥവാ ഏറ്റവും കൂടുതൽ അവരെ സന്തോഷിപ്പിക്കുന്ന നൈലാണ് നാം കാണുന്നത്. നൈലിന്റെ വെള്ളവുമായി ഔലിയാക്കൾക്ക് വലിയ ബന്ധമുള്ളതാണ്. ആർത്തരച്ചു വരുന്ന നൈൽ 16കാരിയുടെ ശരീരവും കൊണ്ടല്ലാതെ തിരിച്ചു പോകില്ലെന്നും മല കണക്കെ ഉയർന്ന നൈലിന്റെ ആ കൂത്താട്ടം അവസാനിപ്പിക്കാൻ നിവൃത്തിയില്ലെന്നും പരാതിപ്പെട്ടവർക്ക് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മനുഷ്യജീവൻ ബലിയർപ്പിക്കുന്ന അന്ധവിശ്വാസത്തിന് ഇനി ഉമറിന്റെ കാലഘട്ടം മുതൽ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ കൊടുത്തയക്കുകയും ഉമറുൽ ഫാറൂഖിന്റെ ലെറ്റർ മനുഷ്യർ മാത്രമല്ല തലച്ചു വരുന്ന തിരമാലകളോടെ കടന്നു വരുന്ന ജലസ്രോതസ്സും അതനുസരിക്കുമെന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ശാന്തമായി കാർഷിക പരവതാനിയെ സമ്മാനിച്ചുകൊണ്ട് പച്ചപ്പരപ്പുകളെ വ്യക്തമായി ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന ആ നൈലിന്റെ കർണാനന്ദകരമായ നയനാനന്ദകരമായ രംഗമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നൈല് ക്രോസ് ചെയ്ത് നൈല് കുറുകെ കടന്ന് അക്കരയിലേക്ക് എത്തിയാൽ ഉർബിയ എന്ന സ്ഥലത്ത് അഹമ്മദ് തയ്യിബുൽ ഹസാൻ എന്ന് പറയുന്ന മഹാനവറുകൾ വിശ്രമിക്കുകയാണ്. ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട മഹാനുഭാവനും വലിയ പണ്ഡിതനുമായിരുന്ന ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ ഷെയ്ഖായി അറിയപ്പെട്ടിരുന്ന അഹമ്മദ് തയ്യിബ് തങ്ങൾ ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ മർഫിയത്തുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മദ്ഹുമായി ബന്ധപ്പെട്ട്
അവിടുത്തെ മഖാമിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ എന്ന ഈണത്തിൽ ചൊല്ലിത്തീർക്കാൻ കഴിയുന്ന മഹത്തായ ഈരടികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അഹ്മദ് തയ്യിബ് അൽ ഹസനി തങ്ങളുടെ തൊട്ടടുത്ത് മുഹമ്മദ് തയ്യിബ് അൽ ഹസനി എന്ന പിതാവും അടങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് അഹ്മദ് തയ്യിബ് അൽ ഹസാനിയും അതുപോലെ അഹ്മദ് തയ്യിബ് അൽ ഹസാനിയും അടങ്ങിയിരിക്കുന്ന സ്ഥലത്ത് ആ മഖാമുമായി ബന്ധപ്പെട്ട് ഇൽമിന്റെ മഹത്തായ ഒരു കേന്ദ്രമെന്ന നിലക്ക് നമ്മെ വളരെയധികം ആകർഷിക്കുകയും നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇൽമു മനസ്സിലാക്കുന്നതിനും ആ ഇൽമു തേടുന്നതിനുള്ള ത്യാഗത്തിനും ഒക്കെ അതീവ ശ്രദ്ധയോടെ കടന്നു വന്ന മഹാനവറുകളുമായി വിടചൊല്ലി നാം വീണ്ടും നൈൽ നദിക്ക് ക്രോസിന് വരികയാണ്. നൈൽ നദി ക്രോസ് ചെയ്ത് ഇക്കരയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന വളരെ പ്രധാനമായ അബുൽ ഹജ്ജാജ് തങ്ങളുടെ മഖാമും അതുപോലെ അതടങ്ങുന്ന പള്ളിയും നമുക്കിപ്പോൾ കാണാം. അബുൽ ഹജ്ജാജ് തങ്ങളുടെ പള്ളിയുടെ അടുത്ത് ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ ക്ഷേത്രം നമുക്ക് കാണാം. ആ മഹത്തായ നാടിന് ആത്മീയതയുടെയും പൈശാചികതയുടെയും വ്യത്യാസം മനസ്സിലാക്കാൻ അടുത്തു നിൽക്കുന്ന ആ കേന്ദ്രങ്ങളിലൂടെ തന്നെ കഴിയുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നൈലിന്റെ ചരിത്രങ്ങളിൽ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയ്ക്കും ബന്ധമുണ്ട്. നൈലിന്റെ ഓളങ്ങൾ കയറി അക്രമവാസനയോടെ ആ ജലം ആർത്തലിച്ചു വരുമ്പോൾ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ നൈലുമായി ബന്ധപ്പെട്ട് അടങ്ങാനും ഒതുങ്ങാനും പറയുന്ന രംഗം നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിലും കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഴ ലഭിക്കാതെ ആവശ്യത്തിന് പോലും മഴയില്ലാത്ത ഈജിപ്തിന്റെ പ്രദേശത്ത് വൃത്തികേടാകാതെ കുടിക്കാൻ വരെ ഉപയോഗിക്കുന്ന നൈലിന്റെ മഹത്തായ ആ ജലസ്രോതസ് ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ഈജിപ്തിന്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ നീണ്ടുകിടക്കുന്ന ആ മഹത്തായ നൈൽ നദി നമ്മുടെ നിരവധി ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെയും മാത്രം ചരിത്രമല്ല, ആ നൈലിന് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരുടെയും അതുപോലെ തന്നെ ഇക്കാലം അത്രയും വളരെയധികം ആവേശത്തോടെ അവിടുത്തുകാർക്ക് അഭയമായി കടന്നു വന്ന നൈലിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. നൈലിന്റെ ഓരത്ത് നാടിന്റെ പ്രൗഢി വ്യക്തമാക്കിക്കൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന മഹത്തായ കേന്ദ്രങ്ങളും കെട്ടിടങ്ങളുമൊക്കെയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കപ്പലുകൾ നങ്കൂരമിട്ടുകൊണ്ട് ടൂറിസ്റ്റ് ബോട്ടുകളിൽ പാർക്ക് ചെയ്തുകൊണ്ടുമൊക്കെയായി ആ പ്രദേശത്ത് മഹത്തായൊരു ചൈതന്യം ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തും ഒരുപോലെ കടന്നു വരുന്നതായി കാണാൻ കഴിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൈൽ നദിയുടെ ചരിത്രത്തിന്റെ ഓളങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ മുഴുവനും എല്ലാവർക്കും കർണാനന്ദകരമായി നയനാനന്ദകരമായി കാണാനും കേൾക്കാനുമുള്ളത് പുന്നാര പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മൂസാ നബി അലൈഹി ഇസ്ലാമും ഒക്കെയായി ബന്ധപ്പെട്ട ചരിത്ര ശകലങ്ങളാണ്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നിരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും പച്ചപ്പരവതാനിയും കാർഷിക ആസ്ഥാന നഗരിയുമൊക്കെയായി മിസ്റിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് കാരണക്കാരിയായത് നൈല് തന്നെയാണ്. നൈലിന്റെ പ്രത്യേകമായ സ്രോതസ്സും അതിന്റെ കൈവഴികളുമായി ആ നൈലിന്റെ പ്രദേശത്തു നിന്ന് വെള്ളമെടുക്കാൻ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളും ഇന്നും പുഷ്പിച്ചു നിൽക്കുകയും ഹരിത നയനാനന്ദകരമായ അവസ്ഥ സമ്മാനിക്കുകയും ചെയ്യുകയാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം മഹാന്മാരായ ഔലിയാക്കളുമായി ബന്ധപ്പെട്ടു ആ നാടിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ നൈലുമായി ബന്ധപ്പെട്ടും കിടക്കുന്നു എന്ന വസ്തുത നാം മറക്കേണ്ടതില്ല.